സോഡിയാക് അക്കാഡമിയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ ക്ലാസുകൾ നയിക്കുന്നത് പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിലാണ്. തിരുവനന്തപുരം ആർട്സ് കോളേജിന്റെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്ത ഡോക്ടർ മുരുകൻ സർ, തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഡോക്ടർ സുഗുണൻ സർ, പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ക്ലാസ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വെൽക്കം ടു സോഡിയാക് അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ ഫാക്റ്റുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് അറ്റ്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി. ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് അറ്റ്. Option A, the triple point. Option B, below the triple point. Option C, above the triple point. Option D, at 0 degree Celsius. Question ഇതാണ്. Freeze drying takes place. Freeze drying നടക്കുന്നത് ഏത് താഴെ പറയുന്ന ഏത് പോയിന്റിലാണെന്നുള്ളതാണ്. അതിന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ബിലോ ദ ട്രിപ്പിൾ പോയിന്റ്. ആൻസർ ബിലോ ദ ട്രിപ്പിൾ പോയിന്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് ബിലോ ദ ട്രിപ്പിൾ പോയിന്റ്. ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് ബിലോ ദ ട്രിപ്പിൾ പോയിന്റ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്റ്റ് നോക്കാം. എന്താണ് ഫ്രീസ് ഡ്രൈയിങ്? നമ്മൾ ഇപ്പോൾ ഫുഡ് അതായത് ഫുഡ് സേഫ്റ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സിലബസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്സ് എന്തൊക്കെ യൂസ് ചെയ്യും, എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ പ്രിസർവേഷൻ ടെക്നിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രിസർവേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള ഒരു ഫുഡ് പ്രിസർവേഷൻ മെത്തേഡാണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാൽ ഇതിന് മറ്റൊരു പേരുമുണ്ട്. ഫ്രീസ് ഡ്രൈയിങ് ഇസ് ഓൾസോ നോൺ ആസ് ലയോഫൈലൈസേഷൻ അല്ലെങ്കിൽ ലയോഫൈലൈസേഷൻ എന്നാണ് ഫ്രീസ് ഡ്രൈയിങ് അറിയപ്പെടുന്നത്. ഫ്രീസ് ഡ്രൈയിങ്ങിന് മറ്റൊരു പേരുണ്ട്, ലയോഫൈലൈസേഷൻ എന്നറിയപ്പെടുന്ന എന്താണ്? ഫ്രീസ് ഡ്രൈയിങ് ആണ്. ഇനി എന്താന്ന് നോക്കിയേ. ഫ്രീസ് ഡ്രൈയിങ് നമുക്കറിയാം. ഫ്രീസ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വാട്ടറിനെ ഫ്രീസ് ഐസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഫ്രീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇറ്റ് ഈസ് വാട്ടർ റിമൂവൽ പ്രോസസ് ആണ്. ശ്രദ്ധിച്ചിരിക്കണേ. ഇറ്റ് ഈസ് എ വാട്ടർ റിമൂവൽ പ്രോസസ് typically used to preserve perishable materials. എന്താണ് perishable materials എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ കേടാവുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന, നശിക്കാൻ സാധ്യതയുള്ള മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് പെറിഷബിൾ മെറ്റീരിയൽസ്. അപ്പോൾ ഈ ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വാട്ടർ റിമൂവൽ പ്രോസസ് ആണ്. അതായത് അതിൻ്റെ അകത്തുള്ള നമുക്കറിയാം മൈക്രോ ഓർഗാനിസംസ് കൂടുതലും അധിവസിക്കണമെങ്കിൽ അവിടെ വാട്ടറിൻ്റെ കണ്ടന്റ് വേണം അല്ലേ. അപ്പോൾ വാട്ടറിനെ മാക്സിമം റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് എവിടെ നടക്കുക? ഡ്രൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുക. അപ്പോൾ ഫ്രീസ് ഡ്രൈയിങ്ങിലും അത് തന്നെയാണ്. ഇറ്റ് ഈസ് എ വാട്ടർ റിമൂവൽ പ്രോസസ് ടിപ്പിക്കലി യൂസ്ഡ് ടു പ്രിസർവ് പെറിഷബിൾ ആയിട്ടുള്ള നശിച്ചു പോകാവുന്ന മെറ്റീരിയൽസിനെയാണ് വിത്ത് ദ ഗോൾ ഓഫ് എന്താണ് ലക്ഷ്യമിടുന്നത്? വിത്ത് ദ ഗോൾ ഓഫ് എക്സ്റ്റെൻഡിങ് ദെയർ ഷെൽഫ് ലൈഫ് ആൻഡ് ഓർ പ്രിപ്പയറിംഗ് ദം ഫോർ ട്രാൻസ്പോർട്ട്. എന്തിനാണ് വേണ്ടിയെന്നാ നോക്കൂ. എന്തിനാണ് നമ്മൾ ഫ്രീസ് ഡ്രൈ ചെയ്യണം അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ വാട്ടർ റിമൂവൽ ചെയ്യുന്നത്? വിത്ത് ദ ഗോൾ ഓഫ് എക്സ്റ്റെൻഡിങ് ദെയർ ഷെൽഫ് ലൈഫ്. അതായത് ഈ കാലാവധി ഉണ്ടല്ലോ, ഒരു മെറ്റീരിയൽ, ഒരു ഫുഡ് മെറ്റീരിയൽ അത് ചീഞ്ഞു പോകാൻ അല്ലെ കേടായി പോകാനുള്ള ഒരു കാലാവധി ഉണ്ടല്ലോ, ഒരു സമയം ഉണ്ടല്ലോ. ആ സമയം എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് കേടാകാതിരിക്കാൻ വേണ്ടി, അത്രേ അർത്ഥമാക്കുന്നുള്ളൂ. കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല പ്രിപ്പയറിംഗ് ദം ഫോർ ട്രാൻസ്പോർട്ട്. അതായത് നമുക്ക് ഒരു ഫുഡ് മെറ്റീരിയലിനെ ഒന്നല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോകണം. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് കേടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് ഫ്രീസ് ഡ്രൈയിങ്. മനസ്സിലായോ? ഇറ്റ്സ് എ ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്കാണ്. പ്രിസർവ് ചെയ്യാണ് നമ്മൾ. എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി. ഷെൽഫ് ലൈഫ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് എന്നാണോ ആ കേടാകുന്ന ആ ഒരു സമയപരിധി കേടാകുന്ന സമയപരിധി നീട്ടുക. അതെന്ന് വെച്ചാൽ കേടാകാതിരിക്കാൻ നമ്മൾ അതിനെ പ്രിസർവ് ചെയ്യുന്ന ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കൂ. വാട്ട് ഈസ് ഫ്രീസ് ഡ്രൈയിങ്? ഓൾസോ നോൺ ആസ് ലയോഫൈലൈസേഷൻ.
ഇറ്റ് ഈസ് എ വാട്ടർ റിമൂവൽ പ്രോസസ് ആണ്. ഇറ്റ് ഈസ് എ വാട്ടർ റിമൂവൽ. ഡ്രൈയിങ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് അതൊരു വാട്ടർ റിമൂവൽ പ്രോസസ് ആണ്. അതുപോലെ തന്നെയാണ് ഇവിടെ ഫ്രീസ് ഡ്രൈയിങ്ങിൽ വാട്ടർ റിമൂവൽ പ്രോസസ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടിപ്പിക്കലി യൂസ്ഡ് ടു പ്രിസർവ് പെറിഷബിൾ മെറ്റീരിയൽസ്. ഫുഡ് ഐറ്റംസിൽ പെറിഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ എന്ത് ചെയ്യാനായിട്ട്? പ്രിസർവ് ചെയ്യാനായിട്ടാണ്. വിത്ത് ദ ഗോൾ ഓഫ് എക്സ്റ്റെൻഡിങ് ദെയർ ഷെൽഫ് ലൈഫ് ആൻഡ് ഓർ പ്രിപ്പയറിംഗ് ദം ഫോർ ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ടും അവരെ ഷെൽഫ് ലൈഫ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇൻക്രീസ് ചെയ്യാനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രിസർവേഷൻ, ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്കാണ് എന്നത് പറയുന്നത് ഫ്രീസ് ഡ്രൈയിങ്. ഓക്കെ, അപ്പോൾ ഫ്രീസ് ഡ്രൈയിങ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. ഫ്രീസ് ഡ്രൈയിങ് വർക്ക്സ് ബൈ ഫ്രീസിങ് ദ മെറ്റീരിയൽ. ഓഫ് കോഴ്സ് ഫ്രീസ് ഡ്രൈയിങ് എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. എങ്ങനെയാ ചെയ്യായിരിക്കും? അത് ഫ്രീസ് ചെയ്യായിരിക്കും അല്ലെ? ഫ്രീസ് ഡ്രൈയിങ് വർക്ക്സ് ബൈ ഫ്രീസിങ് ദ മെറ്റീരിയൽ. ആ ഫുഡ് മെറ്റീരിയലിനെ ഫ്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ റെഡ്യൂസിങ് ദ പ്രഷർ. എന്ത് ചെയ്യും? റെഡ്യൂസിങ് ദ പ്രഷർ. ഫ്രീസ് ചെയ്ത മെറ്റീരിയലിന്റെ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യും. അതിനുശേഷം ആഡിങ് ഹീറ്റ്. അതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യും? ഹീറ്റ് ആഡ് ചെയ്യും. ടു അലോ ദ ഫ്രോസൺ വാട്ടർ ഇൻ ദ മെറ്റീരിയൽ ടു ചേഞ്ച് ഡയറക്ട്ലി ടു എ വേപ്പർ ഓർ സബ്ലിമേറ്റ്. ശ്രദ്ധിച്ചിരിക്കണേ, ഫ്രീസ് ഡ്രൈയിങ്ങിൽ എന്താ സംഭവിക്കണേ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഫ്രീസ് ഡ്രൈയിങ്ങിൽ സംഭവിക്കണേ എന്നാ പറയണേ. ശ്രദ്ധിച്ചിരിക്കുക. ഫ്രീസ് ഡ്രൈയിങ് വർക്ക്സ് ബൈ ഫ്രീസിങ് ദ മെറ്റീരിയൽ. ആ മെറ്റീരിയലിനെ, ആ ഫുഡ് മെറ്റീരിയലിനെ ഫ്രീസ് ചെയ്യുന്നു. ആൻഡ് റെഡ്യൂസിങ് ദ പ്രഷർ. ദെൻ എന്താ ചെയ്യുന്നത്? അതിൻ്റെ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യും. ഓക്കെ, പ്രഷറിനെ റെഡ്യൂസ് ചെയ്തതിന് ശേഷം ഹീറ്റിനെ ആഡ് ചെയ്യും. ഹീറ്റ് ആഡ് ചെയ്യും, അതായത് ഹീറ്റ് കൊടുക്കും. അതല്ലെങ്കിൽ ഹീറ്റ് എന്താ പറയുക, ചൂടാക്കും. അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഈ ഫ്രോസൺ ആയിട്ടുള്ള സബ്സ്റ്റൻസിലെ വാട്ടർ മോളിക്യൂൾ ഉള്ളത് കൊണ്ടാണ് അത് ഓഫ് കോഴ്സ് ഫ്രോസൺ ആയത്. ആ വാട്ടർ മോളിക്യൂള് ഡയറക്ട്ലി ചേഞ്ച് ടു വേപ്പർ ആയിട്ട് മാറും. സാധാരണ നമുക്കറിയാം വാട്ടറിനെ എന്താ പറയാ, വാട്ടർ മോളിക്യൂളിനെ ഡയറക്ട്ലി എന്താണോ ഇപ്പൊ വാട്ടർ മോളിക്യൂൾ എന്തവസ്ഥയില്ല? സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്, അതായത് ഒരു ഫ്രോസൺ രൂപത്തിൽ ഇരിക്കുകയാണ് അല്ലെ. ആ ഫ്രോസൺ രൂപത്തിൽ ഇരിക്കുന്ന വാട്ടർ മോളിക്യൂളിനെ സബ്ലിമേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. സബ്ലിമേറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഒരു ഇന്റർമീഡിയറ്റ് ഫേസ് ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എന്തായി മാറുക? ഗേഷ്യസ് ഫേസിലേക്ക് മാറുക, അല്ലെങ്കിൽ വേപ്പർ ഫേസിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ലിമേഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫ്രീസ് ചെയ്ത മെറ്റീരിയൽ, അതായത് നമുക്ക് ഇവിടെ സോളിഡ് എന്ന് പറയാം, സോളിഡ് ആയ മെറ്റീരിയൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്? വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആ വേപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് എന്തിൽ ചെയ്യുന്നത്? ഈ ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്ന പ്രോസസ്സിൽ, അതായത് വാട്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ എന്തൊക്കെയാണ്, ഇത് എങ്ങനെയൊക്കെ നടക്കുന്നു, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പ്രോസസ്സുകൾ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ നോക്കൂ, ഹൗ ഡസ് ഫ്രീസ് ഡ്രൈയിങ് വർക്ക്സ്. നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്ന ടെക്നിക്, ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഫ്രീസ് ഡ്രൈയിങ് ഒക്കേഴ്സ് ഇൻ 3 phases. 3 ഫേസസിലാണ് പ്രധാനമായിട്ടും എന്ത് നടക്കുന്നത്? ഫ്രീസ് ഡ്രൈയിങ് നടക്കുന്നത്. എത്ര ഫേസിലാണ്? 3 ഫേസിലാണ് പ്രധാനമായിട്ടും ഫ്രീസ് ഡ്രൈയിങ് നടക്കുന്നത്. നോക്കിക്കോ, ഏതൊക്കെ ഫേസ് ആണ്? ഒന്നാമത്തെ ഫേസ് ഓഫ് കോഴ്സ് ഫ്രീസിങ്. നമ്പർ 1, ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്ന ഏതാണ്? ഫ്രീസിങ് ആണ്. രണ്ടാമത്തത് പ്രൈമറി ഡ്രൈയിങ്. എന്താണ് പ്രോസസ്സിന്റെ പേര്? പ്രൈമറി ഡ്രൈയിങ് അഥവാ സബ്ലിമേഷൻ. മൂന്നാമത്തത് സെക്കൻഡറി ഡ്രൈയിങ് അഥവാ അഡ്സോർപ്ഷൻ. ഏതാണ്? സെക്കൻഡറി ഡ്രൈയിങ് അഥവാ അഡ്സോർപ്ഷൻ. ഓക്കെ, ഫ്രീസ് ഡ്രൈയിങ് നടക്കുന്നത് 3 ഫേസസിലൂടെയാണ്. ഒന്നാമത്തെ ഫേസ് ഫ്രീസിങ്, രണ്ടാമത്തത് പ്രൈമറി ഡ്രൈയിങ് ഓർ സബ്ലിമേഷൻ, മൂന്നാമത്തത് സെക്കൻഡറി ഡ്രൈയിങ് ഓർ അഡ്സോർപ്ഷൻ. അപ്പൊ ഫ്രീസിംഗ് എന്ന് പറയുന്നത് ഒരു ഫുഡ് പ്രിസർവേഷൻ ടെക്നിക്കാണ്. ഫ്രീസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഫുഡ് മെറ്റീരിയലിനെ ഫ്രീസ് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയലിൻ്റെ പ്രഷർ എന്ത് ചെയ്യും? നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു, പ്രഷർ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് എന്ത് ആഡ് ചെയ്യും? ഹീറ്റ് ആഡ് ചെയ്യും. ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ ആ സോളിഡ് ആയിട്ടിരിക്കുന്ന, ഫ്രീസ് ആയിട്ടിരിക്കുന്ന ആ മെറ്റീരിയൽ എന്തായിട്ട് മാറും? നേരെ വേപ്പറായിട്ട് മാറും. വേപ്പറായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ സബ്ലിമേഷൻ സംഭവിക്കുക. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇത് 3 ഘട്ടങ്ങളിലൂടെയാണ് നടത്തുന്നത്. ഏതൊക്കെയാണ് ആ ഘട്ടങ്ങൾ? ഒന്ന് ഫ്രീസിങ്, രണ്ടാമത്തത് പ്രൈമറി ഡ്രൈയിങ് അഥവാ സബ്ലിമേഷൻ, മൂന്നാമത്തത് സെക്കൻഡറി ഡ്രൈയിങ് അഥവാ അഡ്സോർപ്ഷൻ. ക്ലിയർ? 3 ഫേസസ് ഓർത്തിരിക്കുക. 3 phases ഇൻ ഫ്രീസ് ഡ്രൈയിങ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ഫേസും എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാം.
അപ്പോൾ ഫസ്റ്റ് ഫേസ് ഫ്രീസിങ് ഫേസ് ആണ്. മോസ്റ്റ് ക്രിട്ടിക്കൽ ഫേസ് ഓഫ് ഫ്രീസ് ഡ്രൈയിങ് ആണ്. അതായത് ഫ്രീസ് ഡ്രൈയിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ് ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ ഫ്രീസിങ് ഫേസ് ആണ്. കൂളിംഗ് ദ മെറ്റീരിയൽ ബിലോ ഇറ്റ്സ് ട്രിപ്പിൾ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. ട്രിപ്പിൾ പോയിന്റ് എന്താണെന്ന് നമുക്ക് പറയാം. കൂളിംഗ് ദ മെറ്റീരിയൽ ബിലോ ഇറ്റ്സ് ട്രിപ്പിൾ പോയിന്റ് ensures that sublimation rather than melting will occur. അതായത് സബ്ലിമേഷൻ ഒക്വർ ചെയ്യത്തക്ക രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ആ ഫ്രീസിങ് പ്രോസസ് നടക്കേണ്ടത് ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്, അതായത് ട്രിപ്പിൾ പോയിന്റ്, അതായത് മെൽറ്റ് ആവാതെ എന്തായിരിക്കണം? സബ്ലിമേഷൻ ആയിരിക്കണം അവിടെ നടക്കേണ്ടത്. ഓക്കെ, ആ ഒരു രീതിയിലായിരിക്കണം ഇവിടെ ഫ്രീസ് ചെയ്യേണ്ടത്. ഫ്രീസിങ് എങ്ങനെയായിരിക്കണം അലോ ആവേണ്ടത്? ട്രിപ്പിൾ പോയിന്റ്, ബിലോ ഇറ്റ്സ് ട്രിപ്പിൾ പോയിന്റിലായിരിക്കണം ഫ്രീസിങ് ഒക്വർ ചെയ്യേണ്ടത്, അല്ലെ കൂളിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നോക്കൂ, ഫ്രീസിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? പ്രൈമറി ഡ്രൈയിങ് ആണ്. പ്രൈമറി ഡ്രൈയിങ് എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സബ്ലിമേഷൻ ഫേസ് എന്ന് വിളിക്കാം. ഇവിടെ നടക്കുന്നത് നമ്മൾ മുന്നേ പറഞ്ഞു, അത് എന്താണ്? സെക്കൻഡ് ഫേസ് ആണ്. സെക്കൻഡ് ഫേസ് ഓഫ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത് ഏതാണ്? പ്രൈമറി ഡ്രൈയിങ് ആണ്, അല്ലെങ്കിൽ സബ്ലിമേഷൻ ഫേസ് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ നമ്മൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ പ്രഷർ നമ്മൾ ലോവർ ചെയ്യും. എന്താ ചെയ്യുന്നത്? ട്രിപ്പിൾ പോയിന്റിന് ബിലോ വെച്ച് ഫ്രീസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിന്റെ പ്രഷർ ലോവർ ചെയ്യും. എന്നിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നു ഹീറ്റ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ. ഹീറ്റ് ആഡ് ചെയ്തിട്ട് പേര് തന്നെയുണ്ട്, സബ്ലിമേഷൻ പ്രോസസ് ആണ്. ഹീറ്റ് ആഡ് ചെയ്യും മെറ്റീരിയൽ ഇൻ ഓർഡർ ഫോർ ദ വാട്ടർ ടു സബ്ലിമേറ്റ്, അതായത് വാട്ടർ മോളിക്യൂള് സബ്ലിമേറ്റ് ആവാൻ വേണ്ടി. സബ്ലിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർമീഡിയറ്റ് ഫേസ് ഇല്ലാതെ നേരെ വേപ്പർ ആവുന്നതിനെയാണ്, സോളിഡ് വേപ്പർ ആവുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സബ്ലിമേഷൻ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഫ്രീസ് ആയിരിക്കുന്ന മെറ്റീരിയൽ എന്തായി മാറ്റണം? ഹീറ്റ് ആഡ് ചെയ്യുന്നതോടുകൂടി അത് സബ്ലിമേറ്റ് ആവണം, അതായത് സബ്ലിമേഷൻ ഒക്വർ ചെയ്യണം, നേരിട്ട് വേപ്പർ ആവണം. ഈ പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഡ്രൈയിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സബ്ലിമേഷൻ ഫേസ് എന്ന് പറയുന്നത്. about 95% of the water in the material is removed in this phase. ഈ ഫേസിൽ എന്ത് സംഭവിക്കും? ഏകദേശം 95% വാട്ടർ എന്ത് ചെയ്തിരിക്കും? റിമൂവ് ആയിരിക്കും. ക്ലിയർ? അപ്പോൾ വാട്ടർ റിമൂവലിന് വേണ്ടിയിട്ടുള്ള പ്രോസസ് ആണ്. ഓഫ് കോഴ്സ് ആ പ്രോസസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവിടെ പ്രഷർ ലോവർ ചെയ്തിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു. ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെറ്റീരിയൽ ഫ്രോസൺ ആയിരിക്കുന്ന ആ മെറ്റീരിയലിലുള്ള വാട്ടർ എന്തായി മാറും? വേപ്പർ ആയിട്ട് മാറും. ഏകദേശം 95%. നമുക്കറിയാം വാട്ടറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓഫ് കോഴ്സ് അതിൻ്റെ അകത്തുള്ള മൈക്രോ ഓർഗാനിസം കണ്ടന്റ്, മൈക്രോ ഓർഗാനിസത്തിന് ഗ്രോ ചെയ്യാനുള്ള സാഹചര്യം അവിടെ ലിമിറ്റ് ആവും. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. ദാറ്റ് ഈസ് സെക്കൻഡറി ഡ്രൈയിങ് അല്ലെങ്കിൽ അഡ്സോർപ്ഷൻ ഫേസ്. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് സെക്കൻഡറി ഡ്രൈയിങ് ആണ്. പ്രൈമറി ഡ്രൈയിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? സെക്കൻഡറി ഡ്രൈയിങ്ങിന് വിധേയമാക്കണം. ഇതെന്ന് പറയുന്നതാണ് ഫൈനൽ ഫേസ് ഓഫ് എന്താണ്? ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നതാണ് സെക്കൻഡറി ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കണേ ശ്രദ്ധിച്ചോ. അയണിക്കലി ബൗണ്ട് വാട്ടർ മോളിക്യൂൾസ് ആർ റിമൂവ്ഡ് by raising the temperature higher than in the primary drying phase. The bonds are broken between the material and the water molecule. നമുക്കറിയാം വാട്ടർ മോളിക്യൂള് എന്ത് ചെയ്തിരിക്കുകയാണ്? ബോണ്ടഡ് ആയിട്ടിരിക്കുകയാണ്. അയണിക് ബോണ്ടായിട്ട് ബോണ്ട് ചെയ്തിരിക്കുന്ന ആ വാട്ടർ മോളിക്യൂൾസിനെ ഹീറ്റ് അപ്ലൈ ചെയ്ത് ഈ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് നേരിട്ട് വേപ്പർ ആവത്തുള്ളൂ. കാരണം വാട്ടർ മോളിക്യൂളിലെ മോളിക്യൂൾസിന്റെ ബോണ്ടിനേക്കാളും സ്ട്രെങ്ത് കുറവാണ് എവിടെയുള്ളത്? വേപ്പറിലുള്ളത് അല്ലെ. അപ്പൊ ആ ബോണ്ടിനെ ബ്രേക്ക് ചെയ്താൽ ഇവർക്ക് കൈനറ്റിക് എനർജി കിട്ടും. കൈനറ്റിക് എനർജി കിട്ടുന്നതിനനുസരിച്ച് ഇവർ എന്ത് ചെയ്യും? ഫ്രീ ടു മൂവ് ആവും. ഓക്കെ, അപ്പൊ അവരെന്തായി മാറും? വേപ്പർ ഫേസിലേക്ക് മാറും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണം? ഈ ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ, അയണിക് ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ അപ്ലൈ ചെയ്യും ഹയർ ദാൻ ഇൻ ദ പ്രൈമറി ഡ്രൈയിങ് ഫേസ്. ആദ്യം നമ്മൾ ഏത് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്തിട്ടാണോ എന്ത് ചെയ്തത്? പ്രൈമറി ഫേസിൽ നമ്മൾ സബ്ലിമേഷന് വിധേയമാക്കി അതിനേക്കാളും കൂടുതൽ ടെമ്പറേച്ചർ നമ്മളിവിടെ എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. ഓക്കെ, അതാണ് നമ്മളിവിടെ സെക്കൻഡറി ഡ്രൈയിങ് ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 ഫേസ് ആണ് ഫ്രീസ് ഡ്രൈയിങ്ങിലുള്ളത്. ഒന്ന് ഫ്രീസിങ്, രണ്ടാമത്തെ പ്രൈമറി ഡ്രൈയിങ്, മൂന്നാമത്തത് സെക്കൻഡറി ഡ്രൈയിങ്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അവിടെ പറഞ്ഞു, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളൊന്ന് പറഞ്ഞായിരുന്നു, ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫ്രീസ് ഡ്രൈയിങ് ടേക്സ് പ്ലേസ് അറ്റ്
ഫ്രീസ് ഡ്രൈയിങ് ഏത് ടെമ്പറേച്ചറിലാണ് നടക്കുന്നത് എന്നാണ്. ഓപ്ഷൻ ബി ബിലോ ദ ട്രിപ്പിൾ പോയിന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ഓഫ് കോഴ്സ് എന്താണ് ഈ ട്രിപ്പിൾ പോയിന്റ് എന്ന് നമ്മൾ നോക്കണ്ടേ. ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് നോക്കൂ, ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അറ്റ് വിച്ച് ദ ത്രീ ഫേസസ് ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് കോഎക്സിസ്റ്റ് ഇൻ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം. തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ഒരു സബ്സ്റ്റൻസിന്റെ 3 ഫേസും ഗേഷ്യസ്, പിന്നെ ഉള്ളത് ഏതാണ്, ലിക്വിഡ് ആൻഡ് സോളിഡ് ഫേസിലും അവർ 3 പേരും കോ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ പോയിന്റിന് അല്ലെ പ്രഷർ പോയിന്റ് ആണ് എന്ത് പറയുന്നത്, ട്രിപ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ പോയിന്റ്, ദ ട്രിപ്പിൾ പോയിന്റ് ഈസ് ദ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ വെയർ 3 ഫേസസ് കോഎക്സിസ്റ്റ് ഇൻ ഇക്വിലിബ്രിയം. നോക്കിയേ, ഇത് ടെമ്പറേച്ചർ കാണിച്ചിട്ടുണ്ട്, ഇവിടെ പ്രഷർ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ഈ പോയിന്റ് ആണ്. കണ്ടോ, ഈ ട്രിപ്പിൾ പോയിന്റിൽ ഇവിടെ എന്തുണ്ട്, വേപ്പർ ഫേസ് കാണിച്ചിട്ടുണ്ട്, ലിക്വിഡ് ഫേസ് കാണിച്ചിട്ടുണ്ട്, സോളിഡ് ഫേസ് കാണിച്ചിട്ടുണ്ട്. ഇവർ 3 പേരും കോ എക്സിസ്റ്റ് ചെയ്യുന്ന, സെയിം ഇക്വിലിബ്രിയത്തിൽ കോ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചർ പ്രഷർ പോയിന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രിപ്പിൾ പോയിന്റ്. അപ്പൊ ബിലോ ദ ട്രിപ്പിൾ പോയിന്റിലാണ് എന്ത് സംഭവിക്കുക, ഫ്രീസ് ഡ്രൈയിങ് സംഭവിക്കുക. അതായിരുന്നു നമ്മുടെ ചോദ്യം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ഈ ചോദ്യത്തിൽ എന്തൊക്കെ പറഞ്ഞു, എന്താണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറഞ്ഞു, ഏതൊക്കെ ടെക്നിക്കാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഫേസസിൽ കൂടെയാണ് ഫ്രീസ് ഡ്രൈയിങ് നടത്തുന്നതെന്ന് പറഞ്ഞു, എന്താണ് ട്രിപ്പിൾ പോയിന്റ് എന്ന് പറഞ്ഞു. ഓപ്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്റ്റും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം, സെക്കൻഡ് ക്വസ്റ്റ്യൻ, യൂസ് ഓഫ് സെവറൽ മെത്തേഡ്സ് ലൈക്ക് temperature, high, low, control of acidity, control of water activity for preservation of food is known as. Question ഒരിക്കൽ കൂടി പറയാം. Use of several methods like temperature, control of acidity, control of water activity for preservation of food is known as dash. Option A, Hardel technology. Option B, mixed technology. Option C, stumbling technology. Option D, multiple technology. Answer Option A, Hardel technology. അപ്പോൾ നമ്മൾ ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ ഇത് പുതിയതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ പുതിയ പല ടേംസും പരിചയപ്പെടേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടേമാണ് ഹാർഡിൽ ടെക്നോളജി. നമുക്ക് എന്താണ് ഹാർഡിൽ ടെക്നോളജി എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഹാർഡിൽ ടെക്നോളജി is a combination of different preservation techniques as a preservation strategy. അതായത് ഹാർഡിൽ ടെക്നോളജി അല്ലെങ്കിൽ ഈ ഹാർഡിൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്രിസർവേഷൻ്റെ തന്നെ പല മെത്തേഡുകളെ കമ്പൈൻ ചെയ്ത് ഒരു പ്രിസർവേഷൻ സ്ട്രാറ്റജിയായി നടത്തപ്പെടുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹാർഡിൽ ടെക്നോളജി. അതായത് ഫുഡ് പ്രോസസ്സിങ്ങിൽ, അതായത് നമ്മൾ ഫുഡിനെ പ്രിസർവ് ചെയ്യുന്നതിൽ പല മെത്തേഡ്സ് യൂസ് ചെയ്യും. ആ പല മെത്തേഡ്സിൽ ചിലത് കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു ടെക്നോളജിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഹാർഡിൽ ടെക്നോളജി. ഹാർഡിൽ ടെക്നോളജി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രിസർവേഷൻ ടെക്നിക്സ് ആസ് എ പ്രിസർവേഷൻ സ്ട്രാറ്റജി. ഓക്കെ, പ്രിസർവേഷനെ കുറച്ചും കൂടെ എന്താക്കാൻ എല്ലാ മെത്തേഡും കൂടി ഒരുമിപ്പിക്കുമ്പോൾ പ്രിസർവേഷൻ കുറച്ചും കൂടി എഫക്റ്റീവ് ആകും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്, ഹാർഡിൽ ടെക്നോളജി. ഓർത്തിരിക്കണേ, ഹാർഡിൽ ടെക്നോളജി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രിസർവേഷൻ ടെക്നിക്സ്. നിങ്ങൾ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ നോക്കൂ. ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് യൂസ് ഓഫ് സെവറൽ മെത്തേഡ്സ് ലൈക്ക് ടെമ്പറേച്ചർ. എന്തൊക്കെ നോക്ക്, ടെമ്പറേച്ചർ ഉണ്ട്, കൺട്രോൾ ഓഫ് അസിഡിറ്റി കൺട്രോൾ ചെയ്യുന്ന ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്, കൺട്രോൾ ഓഫ് വാട്ടർ ആക്ടിവിറ്റി, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന പ്രിസർവേഷൻ ടെക്നിക്ക് ഏതായിരുന്നെന്നായിരുന്നു ചോദ്യം. ആൻസർ ഏതാണ്, ഹാർഡിൽ ടെക്നോളജിയാണ്. അപ്പം നമ്മൾ ഡീറ്റെയിൽസ് നോക്കിയാൽ ഹാർഡിൽ ടെക്നോളജി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രിസർവേഷൻ ടെക്നിക്സ്. പല പ്രിസർവേഷൻ ടെക്നിക്സിൻ്റെയും കോമ്പിനേഷനാണ് എന്തെന്ന് പറയുന്നത്, ഹാർഡിൽ ടെക്നോളജി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഹാർഡിൽ ടെക്നോളജി മീൻസ് കമ്പൈനിങ് വേരിയസ് ബാക്ടീരിയ ഇൻഹിബിറ്റിംഗ് ഓർ ബാക്ടീരിയ കില്ലിംഗ് ഫാക്ടേഴ്സ്. നമുക്കറിയാം ഫുഡിനെ പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ എന്താ ചെയ്യുക, ബാക്ടീരിയനെ ഇൻഹിബിഷനെ അല്ലെങ്കിൽ ബാക്ടീരിയ
അതിൻ്റെ അകത്ത് അറ്റാക്ക് ചെയ്യുന്നത് തടയണം, ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്യണം അല്ലേ. അപ്പൊ ഇവിടെ ചെയ്യുന്ന എന്താ, ബാക്ടീരിയ ഇൻഹിബിറ്റിംഗ് ഓർ ബാക്ടീരിയ കില്ലിംഗ് ഫാക്ടേഴ്സിനെ കമ്പൈൻ ചെയ്യുന്ന ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത്, ഹർഡിൽ ടെക്നോളജി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് ആ ബാക്ടീരിയനെ കില്ലിംഗ് ഫാക്ടേഴ്സ് നോക്കിയാൽ സം ഓഫ് ദ ഹർഡിൽസ്, ഇതിനെ നമുക്ക് ഹർഡിൽസ് എന്ന് വിളിക്കാം. നമ്മൾ മറ്റേ സ്പോർട്സിലൊക്കെ ഹേർഡിൽസ് ചാടി 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 പോകുന്നത് കണ്ടിട്ടില്ലേ, അപ്പോൾ ഹർഡിൽസ് തടസ്സങ്ങളാണ് അല്ലേ. സം ഓഫ് ദ ഹേർഡിൽസ് എന്ന് പറയുന്നത് ഇത് ആർക്കുള്ള ഹേർഡിൽസ് ആണ്, ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം, ഫുഡിനെ അറ്റാക്ക് ചെയ്ത് അല്ലെങ്കിൽ ഫുഡ് കേടാക്കുന്ന നശിപ്പിക്കുന്ന ആ ബാക്ടീരിയാസിനുള്ള ഹേർഡിൽസ് ആണ്. സോൾട്ട് നമുക്കറിയാം, ഉപ്പിലിട്ട് നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലെ, സോൾട്ട് ഇത് പ്രസൻസ് ഉണ്ടെങ്കിൽ ഒരുമാതിരിയുള്ള ബാക്ടീരിയാസിന്റെ അറ്റാക്ക് ഉണ്ടാവില്ല. സോൾട്ട്, അതുപോലെ പി എച്ചിനെ റെഡ്യൂസ് ചെയ്യുക, റെഡ്യൂസ്ഡ് പി എച്ച്, റെഡ്യൂസ്ഡ് വാട്ടർ ആക്ടിവിറ്റി, വാട്ടർ കണ്ടന്റിനെ റെഡ്യൂസ് ചെയ്യുക, നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഫ്രീസ് ഡ്രൈയിങ് പോലെയുള്ള ടെക്നിക് ചെയ്യാം. ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്തുക, നമ്മൾ ചിലപ്പോൾ വെയിലത്തൊക്കെ വെക്കാറില്ലേ ഹീറ്റ്, അത് സൺലൈറ്റ് വെച്ചിട്ട് നമുക്ക് എന്താണ് ഒരു ടൈപ്പ് ഓഫ് പ്രിസർവേഷൻ തന്നെയാണത്. ഓക്കെ, ഹീറ്റ് ട്രീറ്റ്മെന്റ് നടത്താം. അതുപോലെ അപ്രോപ്രിയേറ്റ് പാക്കേജിങ്, കാനിങ് ഓഫ് ഫുഡൊക്കെ നടത്തത്തില്ലേ, അതുപോലെ ചെയ്യാം. ടു അച്ചീവ് എ സേഫ് പ്രോഡക്റ്റ് വിത്ത് ആക്സെപ്റ്റബിൾ ഷെൽഫ് ലൈഫ് ആൻഡ് ആക്സെപ്റ്റബിൾ ടേസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻസി. ഇത് മെയിൻറ്റെയിൻ ചെയ്യാം, ടേസ്റ്റും കൺസിസ്റ്റൻസിയും അതുപോലെ ഷെൽഫ് ലൈഫും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പലതരം ബാക്ടീരിയ കില്ലിംഗ് ഫാക്ടേഴ്സിനെ, ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നത്. ആ കമ്പൈൻ ചെയ്യുന്ന ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഹർഡിൽ ടെക്നോളജി. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഹർഡിൽ ടെക്നോളജി എന്താണ്? ഇറ്റ്സ് എ മീൻസ് ഓഫ് കമ്പൈനിങ് വേരിയസ് ബാക്ടീരിയ ഇൻഹിബിറ്റിംഗ് ഓർ ബാക്ടീരിയ കില്ലിംഗ് ഫാക്ടേഴ്സ്. ക്ലിയർ ആയോ? ബാക്ടീരിയ ഇൻഹിബിറ്റ് ചെയ്യുന്ന, ബാക്ടീരിയയുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബാക്ടീരിയനെ കില്ല് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അതായത് ബാക്ടീരിയയുടെ ഗ്രോത്തിന് ഹേർഡിൽസ് ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് പേര് വിളിക്കുന്നത്, ഹർഡിൽ ടെക്നോളജി എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അടുത്തത് നമുക്ക് അതിന്റെ ഒരു ഫാക്ടറും കൂടി നോക്കിയേ. വൺ മേജർ യൂസ് ഓഫ് ഹർഡിൽസ് ഈസ് ടു പ്രിവെന്റ് ഓർ റെസ്ട്രിക്ട് ദ ഗ്രോത്ത് ഓർ ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് ടാർഗറ്റ് പാത്തോജൻസ് ഇൻ മിൽക്ക്, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ മിൽക്ക് പ്രോഡക്ട്സ്. സാധാരണയായിട്ട് നമ്മൾ മിൽക്ക് പ്രോഡക്റ്റുകളിലൊക്കെ ഈ ഹർഡിൽ മിൽക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഹർഡിൽ ടെക്നോളജി യൂസ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനമായിട്ടും ടു റെഡ്യൂസ് ദ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ടു പ്രിവെന്റ് ഓർ റെസ്ട്രിക്ട് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. ടാർഗറ്റ് മൈക്രോ ഓർഗാനിസം, ഏത് മൈക്രോ ഓർഗാനിസം ആണോ ആ ഒരു ഫുഡിനെ, മിൽക്കിനെ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്, ആ മൈക്രോ ഓർഗാനിസത്തിനെ ടാർഗറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ടാർഗറ്റഡ്, നമുക്ക് അതിനെ ടാർഗറ്റ് മൈക്രോ ഓർഗാനിസം എന്ന് വിളിക്കാം, അതിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെക്നോളജിയും കൂടിയാണ് എന്തെന്ന് പറയുന്നത്, ഹർഡിൽ ടെക്നോളജി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ എവറി ഫുഡ് ഹാസ് certain inherent preservation factors such as extent of heat treatment received, water activity, low temperature storage, redox potential, pH etc. which may be termed as hurdles. നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഏതൊക്കെയാണ്? പ്രിസർവേഷൻ ഫാക്ടേഴ്സ്, എക്സ്റ്റെന്റ് ഓഫ് ഹീറ്റ് ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റി നമ്മൾ ലോവർ ചെയ്യുക, ലോ ടെമ്പറേച്ചർ സ്റ്റോറേജ്, റിഡോക്സ് പൊട്ടൻഷ്യൽ, pH, ഇതൊക്കെ termed as hurdles because microorganisms will have to jump these hurdles in order to grow and spoil the product. Important point ആണ്, ശ്രദ്ധിച്ചിരുന്നേ. ഈ പറഞ്ഞ ആക്ടിവിറ്റീസ് ഒക്കെ ബാക്ടീരിയനെ സംബന്ധിച്ച് എന്താണ്, അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാൻ വരുന്ന ഓർഗാനിസത്തിനെ സംബന്ധിച്ച് ഇതെല്ലാം ഹർഡിൽസ് ആണ്. ഈ ഹർഡിൽസിന് ജമ്പ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, ആ ഏത് മൈക്രോ ഓർഗാനിസം ആണോ വരുന്നത് അവന് ആ ഫുഡിനെ സ്പോയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ആ ബാക്ടീരിയ ഹേർഡിൽസ് ജമ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ കുറെ ഹേർഡിൽസ് ഉണ്ട് ആ ബാക്ടീരിയക്ക്, അതുകൊണ്ടാണ് അവിടെ ഹേർഡിൽ ടെക്നോളജി എന്നുള്ള പേര് തന്നെ വരാനായിട്ട് കാര്യം. അപ്പോൾ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യണം? will have to jump these hurdles in order to grow and spoil the product. ആ പ്രോഡക്റ്റിനെ സ്പോയിൽ ചെയ്യണമെങ്കിൽ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യണം? ഈ ഹേർഡിൽസിനെല്ലാം ജമ്പ് ചെയ്ത് കടക്കണം. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഇത്തരത്തിലുള്ള ഈ പല ഹേർഡിൽസിനെയും കമ്പൈൻ ചെയ്യിപ്പിക്കും. ഇപ്പൊ സപ്പോസ് ഒരെണ്ണത്തിന് ഒരു ഹേർഡിൽ, ഇപ്പൊ സോൾട്ടിന്റെ ആക്ടിവിറ്റീസിന് ഹേർഡിൽ, ആ ഒരു ഹേർഡിലായി അത് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മൈക്രോ ഓർഗാനിസത്തിന് ചിലപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഓവർകം ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അവിടെ ഒരു ടെമ്പറേച്ചർ ആക്ടിവിറ്റി അല്ലെങ്കിൽ pH കൂടി സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല? ചിലപ്പോൾ ആ ഹേർഡിൽസിനെ ജമ്പ് ചെയ്യാനായിട്ട് ആരെ കൊണ്ട് സാധിക്കില്ല? മൈക്രോ ഓർഗാനിസത്തിനെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. ഓക്കെ,
അപ്പോൾ ഇതാണ് എന്തെന്ന് പറഞ്ഞത് നമ്മൾ ഹേർഡിൽ ടെക്നോളജി. ക്ലിയർ ആയോ? ഹേർഡിൽ നമ്മൾ കേട്ടിട്ടുള്ള ടേമാണ്. ഹേർഡിൽ ടെക്നോളജി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് പ്രിസർവേഷൻ ടെക്നിക് ആസ് എ പ്രിസർവേഷൻ സ്ട്രാറ്റജി. ആ പ്രിസർവേഷൻ ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ പറഞ്ഞത്. സോൾട്ട്, റെഡ്യൂസ്ഡ് pH, റെഡ്യൂസ്ഡ് വാട്ടർ ആക്ടിവിറ്റി, ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, അപ്രോപ്രിയേറ്റ് പാക്കേജിങ്, ഇതെല്ലാം കമ്പൈൻ ചെയ്യിപ്പിച്ച് ഒറ്റ ടെക്നോളജി ആക്കി കൊണ്ടുവരുന്നതാണ് പ്രധാനമായിട്ടും എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാർഡിൽ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, തേർഡ് ക്വസ്റ്റ്യൻ. Cause and effect diagram is also known as. Cause and effect diagram is also known as. Option A, quality circles. Option B, fishbone diagram. Option C, 5-force diagram. Option D, Kaizen diagram. Question ഒരിക്കൽ കൂടി പറയാം. Cause and effect diagram is also known as. Option ബി ആണ് ആൻസർ, ഫിഷ് ബോൺ ഡയഗ്രാം. നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഫിഷ് ബോൺ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. അപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രത്തിന്റെ മറ്റൊരു പേരാണെന്ന് ഓർത്തിരിക്കുക. കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രത്തിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഫിഷ് ബോൺ ഡയഗ്രത്തിന് വേറെ കുറച്ച് പേരുകളുണ്ട്, ഓർത്തിരിക്കണേ. ചിലപ്പോൾ ഇതായിരിക്കും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഫിഷ് ബോൺ ഡയഗ്രത്തിന് മറ്റ് പല പേരുകളിൽ അത് അറിയപ്പെടാറുണ്ട്. അതിൽ ഒന്ന് ഇഷിക്കാവ ഡയഗ്രാം എന്നറിയപ്പെടും. എന്തെന്നാണ്? ഇഷിക്കാവ ഡയഗ്രാം, അല്ലെങ്കിൽ ഹെറിംഗ് ബോൺ ഡയഗ്രാം, കോസ് എഫക്റ്റ് ഡയഗ്രാം നമ്മൾ മുന്നേ പറഞ്ഞായിരുന്നു. പിന്നെ ഉള്ളത് ഫിഷിക്കാവ ഡയഗ്രാംസ്. കോസ് എഫക്റ്റ് ഡയഗ്രത്തിന് വിളിക്കുന്ന മറ്റ് പേരുകൾ ഏതൊക്കെയാണ്? ഹെറിംഗ് ബോൺ ഡയഗ്രാം, അല്ലെങ്കിൽ ഫിഷിക്കാവ ഡയഗ്രാം, അതും അല്ലെങ്കിൽ ഇഷിക്കാവ ഡയഗ്രാം എന്നാണ് ആരെ വിളിക്കുന്നത്? കോസ് എഫക്റ്റ് ഡയഗ്രാം അല്ലെങ്കിൽ ഫിഷ് ബോൺ ഡയഗ്രത്തിനെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ഡയഗ്രത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ദ ഡയഗ്രാം റെപ്രസെന്റ് എ ഫിഷ് സ്കെലിട്ടൺ. ഈ ഡയഗ്രാം എങ്ങനെ ഇരിക്കും? ഒരു ഫിഷ് സ്കെലിട്ടന്റെ മാറാണ് ഇരിക്കുക. വിത്ത് ദ റിബ്സ്. നമ്മുടെ എന്താ പറയുക, ഈ ഫിഷിന് റിബ്സ് ഇല്ലേ? നമ്മൾ ഒരു ഫിഷിന്റെ ഡയഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഫിഷിന് എങ്ങനെയാണോ റിബ്സ് ഉള്ളത് അതേമാതിരി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് എന്തിനുള്ളത്? ഈ ഹെറിംഗ് ബോൺ ഡയഗ്രാം അല്ലെന്നുണ്ടെങ്കിൽ കോസ് എഫക്റ്റ് ഡയഗ്രത്തിനുള്ളത്. ദ പർപ്പസ് ഓഫ് ദ ഡയഗ്രാം ഈസ് ടു അലോ management to determine which issue have to be addressed in order to gain or avoid a particular event. അതായത് നമുക്കൊരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് ഏതൊക്കെ പ്രോസസ്സുകൾ ആ ഒരു മാനേജ്മെന്റിന്റെ സക്സസ്ഫുൾ വർക്കിന് വേണ്ടി വേണ്ട എന്ന് തീരുമാനിക്കാൻ ആയിട്ട് ആ ഒരു മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡയഗ്രാമാണ്. ഞാനിവിടെ ഡയഗ്രാം ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ആ ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ് എഫക്റ്റ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. നോക്കിക്കേ, ഇതിൽ റിബുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറെ ഫാക്ടർ കൊടുത്തിരിക്കുന്നു. നോക്കൂ, എൻവയോൺമെന്റ്, മെറ്റീരിയൽ, മെഷർമെന്റ്, മാൻ, എക്യുപ്മെന്റ്, മെത്തേഡ്, ഇതെല്ലാം പ്രൊലോങ്ഡ് ചേഞ്ച് ഓവർ എന്ന് പറഞ്ഞിട്ടാണ് ഫൈനൽ ഒരു ഔട്ട്കം കൊടുത്തിരിക്കുന്നത്. അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ട്രെയിനിങ് ഇൻ സെറ്റിംഗ് അപ്പ് ദ മെഷീൻ. അതായത് ഒരു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു കമ്പനി അത് പ്രവർത്തിക്കുമ്പോൾ എൻവയോൺമെന്റ് അവിടെ കറക്റ്റ് അല്ല. അപ്പൊ ലാക്ക് ഓഫ് ട്രെയിനിങ്, സെറ്റിംഗ് അപ്പ് ഓഫ് മെഷീൻ ആണ് അവിടെ മെഷീൻ കറക്റ്റ് ആയിട്ടില്ല എന്നുള്ളത് അവിടെ ഒരു പ്രോബ്ലമാണ്. മെറ്റീരിയൽ, റോ മെറ്റീരിയൽ നോട്ട് ഓൺ ഹാൻഡ്, കൃത്യമായിട്ട് റോ മെറ്റീരിയൽ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. മെഷർമെന്റ്, അവിടെ യൂസ് ചെയ്യുന്ന മെഷറിന്റെ എറേഴ്സ് വന്നിരിക്കുന്നെന്ന് വിചാരിക്കുക. പിന്നെ മെത്തേഡ്, നോ പുവർ വർക്ക് ഇൻസ്ട്രക്ഷൻസ്, അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി വർക്കൗട്ട് ആവുന്നില്ല, അവിടെ പുവർ വർക്ക് കണ്ടീഷനാണുള്ളത്. എക്യുപ്മെന്റ്, മിസ്സിംഗ് സെറ്റപ്പ് ടൂൾസ്, അവിടെ ആ ഒരു പ്രോസസ്സിംഗ് യൂണിറ്റ് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് അവിടെ ഇല്ല. പിന്നെ അവിടുത്തെ വർക്ക്മെൻ ഉണ്ടല്ലോ, അവർ ലേറ്റ് ആയിട്ട് വർക്ക് സ്റ്റേഷൻ, ഇതൊക്കെ അവിടുത്തെ പ്രോബ്ലമാണ്. അപ്പോൾ ആ മാനേജ്മെന്റിന് ഇതിൽ നിന്ന് എന്ത് കറക്റ്റ് ചെയ്താൽ അവരുടെ യൂണിറ്റിന്റെ കൃത്യമായിട്ടുള്ള വർക്ക് കൊണ്ടുപോകാം എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ വേണ്ടി ഏതൊരു യൂണിറ്റിന്റെ അല്ലെങ്കിൽ ഏതൊരു മാനേജ്മെന്റിനും അവരുടെ പ്രശ്നങ്ങൾ കാണിക്കുന്ന ഒരു ഡയഗ്രത്തിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നാലാമത്തെ ചോദ്യം, ദ പ്രോസസ് ഇൻ വിച്ച് എ സ്പെഷ്യലി ഡിസൈൻഡ് ഹെർമെറ്റിക്
Centrifuge is used to separate bacteria and especially the spores formed by specific bacteria. Strains from milk is known as option A sterilization, option B pasteurization, option C aseptic packaging, option D bacterifugation. Question ഒരിക്കൽ കൂടി പറയാം. The process in which a specially designed hermetic centrifuge is used to separate bacteria and especially the spores formed by the specific bacteria strains from milk is known as answer bacterifugation. Bacterifugation is a centrifugation method ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? To separate bacteria. ശ്രദ്ധിച്ചേ, ഒരു പുതിയ ടേം ആണ്. നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ കേട്ടിട്ടുള്ളവരുണ്ടാകും, ബാക്ടോഫ്യൂഗേഷൻ കേട്ടിട്ടുള്ളവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. ബാക്ടോഫ്യൂഗേഷൻ കേൾക്കാത്തവർ ശ്രദ്ധിച്ചിരിക്കുക, അറിയില്ലാത്തവർ ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് ചെയ്യുക. ഇതെന്താണ്? ഇതേ പ്രോസസ്സാണ്, ഒരു ഹെർമെറ്റിക് സെൻട്രിഫ്യൂജ് ആണ്, ഒരു സെൻട്രിഫ്യൂഗൽ ടെക്നിക്കാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സെപ്പറേറ്റ് ബാക്ടീരിയ ആൻഡ് ബാക്ടീരിയ എന്തൊക്കെ എങ്ങനെയാ നോക്കൂ, എസ്പെഷ്യലി ദ സ്പോർസ് ഫോംഡ് ബൈ സ്പെസിഫിക് ബാക്ടീരിയൽ സ്ട്രെയിൻസ് ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് ബാക്ടീരിയനെ അല്ലെങ്കിൽ ബാക്ടീരിയാസിന്റെ സ്പോർസിനെ റിമൂവ് ചെയ്യുന്ന ആ ഹെർമെറ്റിക് സെൻട്രിഫ്യൂഗൽ ടെക്നിക്കിനെ വിളിക്കുന്ന പേരെന്താണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം ബാക്ടോഫ്യൂഗേഷൻ. ഉത്തരം ബാക്ടോഫ്യൂഗേഷൻ. ഓക്കെ, ഇവിടെ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്താണ് ഈ ഹെർമെറ്റിക് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂജ് ആണ്. ഓക്സിജന്റെ ടേക്കപ്പും അതുപോലെ തന്നെ ലോസും കുറയ്ക്കുക എന്നത് ഉദ്ദേശിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ, ഒരു സെൻട്രിഫ്യൂജ് ആണ് ഹെർമെറ്റിക് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ഇമ്പോർട്ടൻറ്റ് ബാക്ടോഫ്യൂഗേഷൻ എന്തെന്നുള്ളതാണ്, ഹെർമെറ്റിക് സെൻട്രിഫ്യൂജ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഈ ബാക്ടോഫ്യൂഗേഷൻ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ? ശ്രദ്ധിച്ചിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ സിലബസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ് ബാക്ടോഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ബാക്ടോഫ്യൂഗേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സ്പെഷ്യലി ഡിസൈൻഡ് സെൻട്രിഫ്യൂജ്. ശ്രദ്ധിക്കണേ, സ്പെഷ്യലി ഡിസൈൻഡ് സെൻട്രിഫ്യൂജ് കോൾഡ് ബാക്ടോഫ്യൂജ് ഈസ് യൂസ്ഡ് ടു സെപ്പറേറ്റ് മൈക്രോ ഓർഗാനിസം ഫ്രം മിൽക്ക്. മിൽക്കിൽ നിന്ന് മൈക്രോ ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ നിർമ്മിച്ചിരിക്കുന്ന സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ആ സെൻട്രിഫ്യൂജിനെ വിളിക്കുന്ന പേരാണ് ബാക്ടോഫ്യൂജ്. അഗെയിൻ ബാക്ടോഫ്യൂജ് എന്ന് പറയുന്നത് ആ സെൻട്രിഫ്യൂഗ് ആണ്. അവിടെ നടക്കുന്ന സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിന്, അതായത് ബാക്ടോഫ്യൂജിൽ നടക്കുന്ന സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബാക്ടോഫ്യൂഗേഷൻ. ഓക്കെ, ബാക്ടോഫ്യൂഗേഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് സ്പെഷ്യലി ഡിസൈൻഡ് സെൻട്രിഫ്യൂജ് called bactofuge is used to separate microorganism from milk. Clear ആയോ? സെൻട്രിഫ്യൂജ് എന്താണെന്ന് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കിയേ, സെൻട്രിഫ്യൂജ് ഈസ് എ ലബോറട്ടറി ഡിവൈസ് ആണ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഫ്ലൂയിഡ്സ്, ഗ്യാസ് ഓർ ലിക്വിഡ് ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. സാന്ദ്രതേനെ അടിസ്ഥാനമാക്കി ഗ്യാസ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, ഇവരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ടെക്നിക്കാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, സെൻട്രിഫ്യൂജ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സെൻട്രിഫ്യൂജ് ആണ് എന്തെന്ന് പറയുന്നത്, ബാക്ടോഫ്യൂജ് എന്ന് പറയുന്നത്. ബാക്ടോഫ്യൂജിൽ നടക്കുന്ന സെൻട്രിഫ്യൂഗേഷനെ നമ്മൾ എന്ത് വിളിക്കും, ബാക്ടോഫ്യൂഗേഷൻ എന്ന് വിളിക്കും. ബാക്ടോഫ്യൂഗേഷൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, മിൽക്കുമായിട്ടുള്ള റിലേറ്റ് ചെയ്തിരിക്കുന്നു. കാരണം മിൽക്കിൽ നിന്ന് മൈക്രോ ഓർഗാനിസത്തിനെ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ബാക്ടോഫ്യൂഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാ ബാക്കി നോക്കാം. ഇൻ ദ ബാക്ടോഫ്യൂജിൽ ദ മിൽക്ക് കണ്ടെയ്നിങ് ബാക്ടീരിയ and the spores is pushed outwards and collected outside the bactofuge. അതായത് ബാക്ടോഫ്യൂജ് എന്ന് പറഞ്ഞത് ഒരു എന്താണ്, ഒരു ലബോറട്ടറി ഡിവൈസ് ആണ്. ഡിവൈസ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ, നമ്മൾ ഫെർമെൻറ്റർ ഒക്കെ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബയോ റിയാക്ടർ ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. ആ ബയോ റിയാക്ടർ പോലെയുള്ള ഒരു ഡിവൈസ് ആണ് ഈ ബാക്ടോഫ്യൂജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ എന്താ റോ മിൽക്ക് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കിയതിന് ശേഷം, ഒരു ടെമ്പറേച്ചർ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കിയ ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ബാക്ടോഫ്യൂജിലേക്ക് നമ്മൾ ഈ
മിൽക്കിനെ ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രോസസ്സ് നടന്നിട്ട് സെൻട്രിഫ്യൂഗേഷൻ നടന്നിട്ട് ബാക്ടോഫ്യൂഗേഷൻ നടന്നിട്ട് എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്ത് ബാക്ടീരിയാസ് ഉണ്ടെങ്കിൽ, സ്പോർ ഫോമിങ് ബാക്ടീരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ റിമൂവ് ചെയ്യും. അതാണ് നടക്കുന്നത്. ആ റിമൂവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യും? കളക്റ്റഡ് ഔട്ട്സൈഡ് ദ ബാക്ടോഫ്യൂജിൻ്റെ ഔട്ട്ലെറ്റിലൂടെ എന്ത് ചെയ്യും? അത് കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബാക്ടോഫ്യൂഗേഷൻ നടക്കുന്ന ആ സെൻട്രിഫ്യൂജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ബാക്ടോഫ്യൂജ് എന്ന് വിളിക്കും. ബാക്ടോഫ്യൂജ് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ മെഷീൻ യൂസ്ഡ് ഫോർ ദ ബാക്ടോഫ്യൂഗേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ സെൻട്രിഫ്യൂഗൽ സെൻട്രിഫ്യൂജ് ഡിവൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാക്ടോഫ്യൂജ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഈ ബാക്ടോഫ്യൂജിൻ്റെ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ബാക്ടോഫ്യൂജ്. ഇത് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു ബാക്ടോഫ്യൂജാണ്. ഇതിൽ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനൊരു ഇൻലെറ്റ് ഉണ്ടാവും, ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാവും. ഈ ഔട്ട്ലെറ്റിലൂടെ ഇതിൻ്റെ ഈ ബാക്ടോഫ്യൂഗേഷൻ കഴിയുമ്പോൾ കിട്ടുന്നതിൽ ഈ ബാക്ടീരിയ അല്ലെങ്കിൽ സ്പോറിനെയൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ബാക്ടോഫ്യൂഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് പരിചയപ്പെട്ടാൽ അതിലൊന്ന് മുന്നേ നമ്മൾ പറഞ്ഞു ബാക്ടോഫ്യൂജ് എന്താണ്, ആ സെൻട്രിഫ്യൂജിനെയാണ് നമ്മൾ ബാക്ടോഫ്യൂജ് എന്ന് വിളിക്കുന്നത്. ഇനി ബാക്ടോഫ്യൂഗേറ്റഡ് മിൽക്ക് എന്താന്ന് നോക്കാം. ഫ്രം വിച്ച് ബാക്ടീരിയ ഹാവ് ബീൻ റിമൂവ്ഡ്, അതായത് ബാക്ടോഫ്യൂഗേഷന് ശേഷം ബാക്ടീരിയനെ റിമൂവ് ചെയ്ത് ആ മിൽക്കിനെ വിളിക്കുന്ന പേരാണ് ബാക്ടോഫ്യൂഗേറ്റഡ് മിൽക്ക് എന്ന് വിളിക്കും. ബാക്ടോഫ്യൂഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാക്ടീരിയൽ കോൺസെൻട്രേറ്റ് ആൻഡ് സ്പോർസ് കളക്റ്റഡ് ഔട്ട്വേർഡ്സ് ടു ദ പെരിഫറി ഓഫ് ദ ബൗൾ, അതായത് ആ ഒരു സെൻട്രിഫ്യൂഗൽ മെഷീൻ്റെ ഔട്ട്സൈഡിലേക്ക് വന്ന ആ ഒരു മാസ് ഓഫ് ബാക്ടീരിയൽ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ബാക്ടീരിയ അല്ലെങ്കിൽ സ്പോർസ് അടങ്ങിയിട്ടുള്ള ആ കോൺസെൻട്രേറ്റ് ഓഫ് മാസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാക്ടോഫ്യൂഗേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ് നോക്കിക്കഴിഞ്ഞാൽ ബാക്ടോഫ്യൂഗേഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാക്ടോഫ്യൂജ് എന്താന്ന് പറഞ്ഞു. അതായത് ബാക്ടോഫ്യൂഗേഷൻ എവിടെയാണോ നടക്കുന്നത് അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ആ ഒരു ഡിവൈസിനെയാണ് ബാക്ടോഫ്യൂജ് എന്ന് വിളിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്ടോഫ്യൂഗേറ്റഡ് മിൽക്ക് ഉണ്ട്. ബാക്ടോഫ്യൂഗേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയനെ അല്ലെ സ്പോറിനെ എല്ലാം റിമൂവ് ചെയ്ത മിൽക്കാണ്. ബാക്ടോഫ്യൂഗേറ്റ് എന്ന് പറഞ്ഞത് ആ റിമൂവ് ചെയ്യപ്പെട്ട ആ ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ സ്പോറിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, most of the microorganisms are inactivated by pasteurization. However, the highly heat resistant spores survive pasteurization. They can lead to significant quality defects in hard cheese, semi hard cheese or long life products. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നി കാണും, പാസ്ചറൈസ് ആയിട്ടുള്ള പാല് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ അത് ഓൾറെഡി മൈക്രോ ഓർഗാനിസത്തിന് മൈക്രോ ഓർഗാനിസം ഇല്ലാത്തതല്ലേ, അത് ഫ്രഷ് അല്ലേ എന്നൊക്കെ നമ്മളോട്, ഫ്രഷ് മീൻസ് മൈക്രോ ഓർഗാനിസം ഇല്ലാത്തതല്ലേ, ഓക്കെ, കണ്ടാമിനേറ്റഡ് അല്ലല്ലോ എന്ന് നമുക്ക് അറിയാം. പക്ഷേ എല്ലാ മൈക്രോ ഓർഗാനിസത്തിൻ്റെ സ്പോറിനെയും റിമൂവ് ചെയ്യാൻ എന്തിനു സാധിക്കില്ല? ഈ പാസ്ചറൈസേഷന് സാധിക്കില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ബാക്ടോഫ്യൂഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് തന്നെ നടക്കുക. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ മൈക്രോ ഓർഗാനിസം ആർ ഇനാക്ടിവേറ്റഡ് ബൈ പാസ്ചറൈസേഷൻ, ഓഫ് കോഴ്സ് അതുണ്ടാവും. ഹവർ ദ ഹൈലി ഹീറ്റ് റെസിസ്റ്റൻറ്റ് സ്പോർസ് സർവൈവ് പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷനിലും എന്ത് സർവൈവ് ചെയ്യും? ഈ ഹൈലി റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പോർസ് സർവൈവ് ചെയ്യും. ആ സ്പോർസിനെ കൂടി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ബാക്ടോഫ്യൂഗേഷൻ ചെയ്യുന്നത്. ദേ ക്യാൻ ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് ക്വാളിറ്റി ഡിഫക്ട്സ് ഇൻ ഹാർഡ് ചീസ്, അതായത് ലോങ് ലൈഫ് ഉള്ള പ്രോഡക്റ്റുകളുണ്ട്, അതായത് കുറേ നാളത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട പ്രോഡക്റ്റുകളുണ്ട്. ചീസ്, ഹാർഡ് ചീസ്, അതുപോലെ തന്നെ സെമി ഹാർഡ് ചീസ് ഒക്കെ. അപ്പോൾ ഇവരിലൊക്കെ ഈ സ്പോർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് സൂക്ഷിച്ച് വെക്കുന്ന കാലാവധി നീളുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? അതിൻ്റെ അകത്ത് ഈ സ്പോർസ് ആക്ടിവേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ബാക്ടോഫ്യൂഗേഷൻ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ therefore ബാക്ടോഫ്യൂഗേഷൻ ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് ദീസ് പ്രോഡക്ട്സ് സച്ച് ആസ് ഹാർഡ് ചീസ്, സെമി ഹാർഡ് ചീസിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ആ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മിൽക്കിലാണ് നമ്മൾ ബാക്ടോഫ്യൂഗേഷൻ കൂടുതലായിട്ടും ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ മൈക്രോ ഓർഗാനിസംസ് ആർ ഇനാക്ടിവേറ്റഡ് ഡ്യൂറിങ് പാസ്ചറൈസേഷൻ ബട്ട് ഹൈലി ഹീറ്റ് റെസിസ്റ്റൻറ്റ് സ്പോർ സർവൈവ് ഡ്യൂറിങ് പാസ്ചറൈസേഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സും കൂടി നോക്കിക്കേ. ടു ഇംപ്രൂവ് ദ ഹൈജീനിക് ക്വാളിറ്റി ഓഫ് മിൽക്ക്, ടു അവോയ്ഡ് ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ വിത്തൗട്ട് റിസോർട്ടിങ് ടു എക്സസീവ് ഹീറ്റിംഗ്. ഹീറ്റ് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയനെ കില്ല് ചെയ്യാന്ന് കൂടി ഉള്ളതാണ് എങ്ങനെ? എക്സസീവ് ഹീറ്റിങ്ങിന് വിധേയമാക്കാതെ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അഞ്ചാമത്തെ ചോദ്യം, ദ മോസ്റ്റ് കോമൺ ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഇൻവോൾവ് ഇൻ അസിഡിക് ഫെർമെൻറ്റേഷൻ ആർ. The most common bacterial cultures involved in acidic fermentation are: option A, Lactobacillus, Leuconostoc, Lactococcus,
and Streptococcus. Option B, Lactococcus, Bifidobacterium, Lactobacillus and Leuconostoc. Option C, Lactococcus, Rhizopus, Lactococcus and Streptococcus. Option D, Lactobacillus, Leuconostoc, Lactococcus and Aspergillus. Option A ആണ് ആൻസർ. Lactobacillus, Leuconostoc, Lactococcus and Streptococcus. ചോദ്യം ഇതായിരുന്നു, ദ മോസ്റ്റ് കോമൺ ബാക്ടീരിയൽ കൾച്ചേഴ്സ് ഇൻവോൾവ് ഇൻ അസിഡിക് ഫെർമെന്റേഷൻ എന്നുള്ളതായിരുന്നു. ലാക്ടോബാസിലസ്, ല്യൂക്കനോസ്റ്റോക്ക്, ലാക്ടോകോക്കസ് ആൻഡ് സ്ട്രെപ്റ്റോകോക്കസ് എന്നിവയാണ് ആൻസർ. അപ്പോൾ എന്താണ് ഫെർമെന്റേഷൻ? ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് അറിയാലോ, ഇറ്റ്സ് എ കെമിക്കൽ പ്രോസസ് ആണ് ബൈ വിച്ച് മോളിക്യൂൾസ് സച്ച് ആസ് ഗ്ലൂക്കോസ് ആർ ബ്രോക്കൺ ഡൗൺ അനേറോബിക്കലി, അതായത് ഓക്സിജന്റെ അല്ലെങ്കിൽ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ അനേറോബിക്കലി എന്ത് ചെയ്യാണ്, ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു ഗ്ലൂക്കോസിന്. ആ ഒരു കെമിക്കൽ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫെർമെന്റേഷൻ. ഇൻ ഫുഡ് പ്രോസസ്സിങ്ങിൽ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഇസ് ദ കൺവേർഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ടു ആൽക്കഹോൾ ഓർ ഓർഗാനിക് ആസിഡ്സ് യൂസിങ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്തുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, കാർബോഹൈഡ്രേറ്റിനെ ആൽക്കഹോൾ അല്ലെങ്കിൽ ഓർഗാനിക് ആസിഡ് ആക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫെർമെന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ഓർത്തിരിക്കുക. ദ സയൻസ് ഓഫ് ഫെർമെന്റേഷൻ ഈസ് നോൺ ആസ് സൈമോളജി ഓർ സൈമുർഗി. സൈമുർഗി എന്ന് പറഞ്ഞാൽ ഫെർമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ശാസ്ത്രശാഖയാണ് എന്തെന്ന് വിളിക്കുന്നത്, സൈമോളജി, അല്ലെങ്കിൽ അതിൻ്റെ ആ പഠനത്തെ വിളിക്കുന്ന പേരാണ് സൈമോളജി അല്ലെങ്കിൽ സൈമുർഗി. Lactic acid fermentation is a metabolic process in by which glucose or other 6-carbon sugars are converted into cellular energy and the metabolic lactate. അതായത് ഷുഗർ 6 കാർബൺ ഷുഗേഴ്സ് ആയിട്ടുള്ള ഗ്ലൂക്കോസോ അല്ലെങ്കിൽ വേറെ അതർ ഗ്ലൂക്കോസുകളൊക്കെ എന്തായിട്ട് മാറും, ലാക്ടേറ്റും അതുപോലെ തന്നെ എനർജി ആയിട്ട് മാറുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ ഇസ് എ മെറ്റബോളിക് പ്രോസസ് ആണ്. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അതർ 6 കാർബൺ ഷുഗേഴ്സ് എന്തായിട്ട് മാറും, സെല്ലുലാർ എനർജിയും അതോടൊപ്പം ലാക്ടേറ്റും ഉണ്ടാവുന്ന ആ പ്രോസസ്സിന് പ്രൊഡക്റ്റ് ഉണ്ടാവുന്ന ഏതാണ്, സെല്ലുലാർ എനർജി വിത്ത് ലാക്ടേറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, lactic acid fermentation. It occurs in some bacteria and animal cells such as muscle cells. എവിടെയൊക്കെയാണ് ലാക്ടിക് ആസിഡ് ഫെർമെന്റേഷൻ നടക്കുക, ബാക്ടീരിയയിലും നമ്മുടെ ചില മസിൽ സെൽസിലും നടക്കും. ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ലാബ് എന്ന് പറയുന്നത് എ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ദാറ്റ് ആർ മെയിൻ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലാക്ടിക് ആസിഡ് അറ്റ് ആൻ ഇൻഡസ്ട്രിയൽ സ്കെയിൽ. അതായത് ലാക്ടിക് ആസിഡിൻ്റെ പ്രൊഡക്ഷനിൽ ഇൻഡസ്ട്രിയൽ ലെവലിൽ നമ്മൾ ഹൈ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്. ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. അവരെയാണ് നമ്മൾ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അഥവാ ലാബ് എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നത്, ലാക്ടിക് ആസിഡ് ബാക്ടീരിയ അഥവാ ലാബ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ലാബ്സിന് എക്സാമ്പിൾ നോക്കാം. ലാക്ടോബാസിലസ് ഉണ്ട്, ലാക്ടോകോക്കസ് ഉണ്ട്, സ്ട്രെപ്റ്റോകോക്കസ് ഉണ്ട്, ല്യൂക്കനോസ്റ്റോക്ക് ഉണ്ട്, എൻഡറോകോക്കസ് ഉണ്ട്, എയ്റോകോക്കസ് ഉണ്ട്. ഇതൊക്കെ എക്സാമ്പിൾസ് ഫോർ എന്താണ്, ലാക്ടോബാസിലസ്, ലാക്ടോകോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, ല്യൂക്കനോസ്റ്റോക്ക്, എൻഡറോകോക്കസ്, എയ്റോകോക്കസ് ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്, എക്സാമ്പിൾസ് ഫോർ ലാബ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ. Okay, thank you.